ഈ സന്ധ്യയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ചിന്തിക്കേണ്ടത് ഇതാണ്: ദൈവാശ്രയ ബോധം നമുക്ക് നഷ്ടപ്പെടുന്നത്. ദൈവത്തെ ആശ്രയിക്കാനുള്ള ഒരു കൃപ കിട്ടിയാൽ, ഇത്രയും അറിവില്ലാത്ത, പണമില്ലാത്ത, ബന്ധുബലമില്ലാത്ത പല ആളുകളും തലയെടുപ്പോടെ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്ര കണ്ട് വലിയ ബന്ധുബലമൊന്നുമില്ല, അറിയപ്പെടുന്ന ആളല്ല, വലിയ ഡിഗ്രി ഒന്നുമില്ല, പത്രാസൊന്നുമില്ല. പക്ഷേ ചില ആളുകൾ നല്ല ചിരിച്ചോട് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവർക്കൊരു ദൈവാശ്രയ ബോധമുണ്ട്. എന്നാൽ ഇതൊക്കെ ഉള്ളവർ ഇങ്ങനെ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ട്രസ്റ്റ് യുവർ ഗോഡ്. എന്താണ്? ദൈവത്തിൽ നമുക്ക് ശരണപ്പെടണം. നമ്മുടെ ദൈവം വലിയവനാണ്. ഈ ദൈവത്തിൽ നമ്മൾക്ക് അങ്ങോട്ട് ശരണപ്പെടണം. അപ്പം അതിന് ആമുഖമായിട്ട് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഇതിന് ഈ ആശ്രയത്തിന്, ദൈവത്തെ ആശ്രയിക്കാൻ ആരെയും നിർബന്ധിക്കാറില്ല. ഇത് മനസ്സിൽ കുറിച്ചേക്കണം. ദൈവത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ദൈവം ആരെയും പുറകെ വന്നിട്ട് നിർബന്ധിക്കത്തില്ല. നീ എന്നെ ആശ്രയിക്കുക, കമോൺ കം, നീ വാ, നീ എന്നെ അങ്ങ് ട്രസ്റ്റ് ചെയ്യ്, നീ എന്നെ അങ്ങ് ആശ്രയിക്കുക. ദൈവം ആരെയും നിർബന്ധിക്കരുത്. ദൈവം പറഞ്ഞു തരും, ദൈവം മുന്നറിയിപ്പ് തരും, സൂചനകൾ തരും. പക്ഷെ ദൈവം ആരെയും നിർബന്ധിക്കത്തില്ല. ഇന്ന് തന്നെ എത്രയോ പേര് മരിച്ചിട്ടുണ്ടാവും. മരിച്ചതിൽ എത്രയോ പേര് നരകത്തിൽ പോയിട്ടുണ്ടാവും. മരിച്ചവരെല്ലാം സ്വർഗത്തിൽ പോയി എന്ന് ചിന്തിക്കാൻ മാത്രം എനിക്ക് പറ്റില്ല. കാരണം ഈ ഭൂമിയുടെ അവസ്ഥ അതാണ്. ഈ ഭൂമിയുടെ കാഴ്ചകൾ കാണുമ്പോൾ അറിയാം, മരിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകാൻ സാധ്യതയില്ല. നിങ്ങൾ നല്ല മനസ്കരായതുകൊണ്ട്, ശുദ്ധ ഹൃദയരായതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. ഞാൻ അത്ര ശുദ്ധനല്ലാത്തതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്, ഈ മരിച്ചവർ എല്ലാവരും ഒന്നും സ്വർഗത്തിൽ പോകാൻ സാധ്യതയില്ല. സ്നേഹമുള്ളവരെ, അപ്പോൾ ദൈവം ഈ മരിച്ചവർ നിത്യ നരകാഗ്നിയാണ്, ഒരിക്കലും തിരിച്ചു വരവില്ല. ഇതറിഞ്ഞിട്ടും ദൈവം നരകത്തിൽ പോകുന്നവരെടുത്ത് ചെന്നിട്ട് സ്റ്റോപ്പ്, പോടാ, തിരിച്ചു കയറി പോടാ, നിന്റെ ജീവിതം തിരുത്തണ. ദൈവം ആരെയും നിർബന്ധിക്കാറില്ല. ദൈവം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയി. ദൈവം എന്ന് പറഞ്ഞു എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഇല്ല, പ്രാർത്ഥിച്ചില്ല, അത് നിൻ്റെ ഇഷ്ടം. ഇന്ന് ബൈബിൾ വായിച്ചില്ല, അതും നിൻ്റെ ഇഷ്ടം. ഇന്ന് നീ ആത്മശോധന ചെയ്തില്ല, അതും നിൻ്റെ ഇഷ്ടം. ഇന്ന് നീ ഭാര്യക്കിട്ട് തല്ലി, 2 തെറി വിളിച്ച്, ഇന്ന് നീ കണ്ണുകൊണ്ട് പാപം ചെയ്തു. കർത്താവ് വന്നിട്ട് കണ്ണിലൊരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച് തന്നോ? ഇല്ല, കർത്താവ് ചെയ്യില്ല. ഇറ്റ്സ് അപ് ടു യു. ദൈവം ആരെയും നിർബന്ധിക്കത്തില്ല. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ സുന്ദരമായൊരു വചനമുണ്ട്. അത് നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തിനുള്ള കഴിവുണ്ട്. എങ്ങനെ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പാപം ചെയ്യാൻ വേണ്ടി പമ്മി പാപം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് വെക്കുക. പാപം ചെയ്യാൻ തീരുമാനിച്ചു. രാത്രി എഴുന്നേറ്റ് ഇങ്ങനെ പാപം ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. ആരും കാണുന്നില്ല, ഇരുട്ടാണ്. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനെ പാപം ചെയ്യാൻ പോകുന്ന ആളിനെ പേടിപ്പിക്കാമായിരുന്നു. അതാണ് വായിച്ചത്. രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന് ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിന് കരടികളുടെ കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേൽ അയക്കാൻ പ്രയാസമുണ്ടായിരുന്നു. അതായത് ഒരാൾ പാപം ചെയ്യാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ദൈവത്തിന് വേണമെങ്കിൽ ഏത് കൂട്ടത്തെ സൃഷ്ടിക്കാമായിരുന്നു? കരടികളുടെ കൂട്ടം. കരടി ഇരുട്ടത്ത് പാപം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ദേ നിൽക്കണ ഒരു കരടി ഒന്നല്ല, 1 ഡസൻ കരടികൾ ഇങ്ങനെ നിൽക്കുക. പിന്നെ ഇയാൾ പാപം ചെയ്യുമോ? നിൽക്കണ ആരാണ്? പൂച്ചയല്ല, കരടി. പിന്നെ പാപം ചെയ്യുമോ? ഓടും. അടുത്ത വചനം. കരടിയുടെ കൂട്ടത്തെയോ ധീരസിംഹങ്ങളെ. വെറും സിംഹമല്ല, ധീരസിംഹങ്ങൾ ഇങ്ങനെ ഗർജിച്ചോണ്ട് പല്ലും കൊണ്ട് നിൽക്കുക. ആര്? പാപം ചെയ്യാൻ പോയ ആളാണ്. അയാളുടെ വഴി കൂടി ഇങ്ങനെ പാപം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വീട് ലക്ഷ്യമാക്കി പോകുന്ന സമയത്ത് ദേ ഒരു സിംഹം ഇങ്ങനെ നിൽക്കുന്നു. പാപം ചെയ്യാനുള്ള ഊർജം കിട്ടും. പിന്നെ ഉള്ള ഊർജം എല്ലാം പോയി. ഷാപ്പിലേക്ക് പോവുകയാണ്. ഭാര്യ പല ആവർത്തി പറഞ്ഞു പോരുത്.
ഭാര്യ ഇല്ലാത്ത സമയം നോക്കി പമ്മി പോവുകയാണ്. ഷാപ്പിൻ്റെ മുമ്പിൽ ദാ നിൽക്കുന്നു സിംഹം. പാവം ചെയ്യാൻ പറ്റുമോ? ഇതാണ്. പക്ഷേ ബൈബിൾ പറയുകയാണ്, അടുത്ത വചനം വായിക്കാമോ? അല്ലെങ്കിൽ അജ്ഞാതമായ ക്രൂരജന്തുക്കളെ പുതുതായി സൃഷ്ടിച്ചയക്കാമായിരുന്നു. അല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസം ഊതുന്നതോ കനത്ത ധൂമപടലം തുപ്പുന്നതോ കണ്ണിൽ നിന്ന് തീപ്പൊരി പാറുന്നതോ ആയവയെ അയക്കാമായിരുന്നു. അങ്ങനെയുള്ള പല സൃഷ്ടി കർത്താവിന് വേണം, എന്ത് വേണേലും നമുക്ക്. വേറൊരു ജീവി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. കണ്ണിൽ നിന്ന് അഗ്നി ഇതായി ഇങ്ങനെ വരുന്ന, മൂക്കിൽ നിന്ന് ഇങ്ങനെ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവി ഇതുവരെ കണ്ടിട്ടില്ല. ഇതെന്തൊരു ജീവി? ആരാ കാണുന്നത്? പാപം ചെയ്യാൻ പോയ ആള്. പിന്നെ അയാൾ പാപം ചെയ്യുമോ? ദൈവത്തിന് വേണമെങ്കിൽ ഇതെല്ലാം സൃഷ്ടിക്കാമായിരുന്നു. എന്നാൽ ദൈവം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കൈ കടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് പറയുകയാണ്, എന്നാൽ അവിടുന്ന് സർവ്വവും എണ്ണിത്തൂക്കി അളന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഒരിക്കലും കൈ കടത്തത്തില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ എന്താണെന്ന് അറിയാമോ? നിനക്ക് നിന്റെ ദൈവത്തെ ആശ്രയിക്കുകയോ ആശ്രയിക്കാതിരിക്കുകയോ ചെയ്യാം. നിനക്ക് നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. ദൈവം നിന്നെ നിർബന്ധിക്കില്ല. പള്ളിയിൽ വരുവോ വരാതിരിക്കുകയോ ചെയ്യാം. പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ ചെയ്യാം. കോവിഡ് കാലത്ത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നേക്കുമായി വിശ്വാസ ജീവിതം ത്യജിക്കുകയോ ത്യജിക്കാതിരിക്കുകയോ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. പക്ഷെ ദൈവം മുന്നറിയിപ്പ് തരും. അതാണ് 12-ാം അധ്യായം 2-3 വാക്യത്തിൽ പറയുന്നത്. ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവം സ്നേഹമുള്ള പിതാവായതുകൊണ്ട് മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെ ദൈവം മുന്നറിയിപ്പുകൾ നൽകും. വായിക്കാം, ജ്ഞാനത്തിന്റെ പുസ്തകം 12:2. പാപികൾ പാപവിമുക്തരാകാനും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാനും വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു. അവർ പാപം ചെയ്യുന്ന സംഗതികൾ ഏവയെന്ന് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അവർ പാപം ചെയ്യുന്ന സംഗതികൾ, നിനക്ക് പാപത്തിലേക്ക് വീഴ്ച, ചിലർക്ക് മോഷണമാണ്, അത് പാപത്തിന് വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പടിപടിയായി തിരുത്തും, മുന്നറിയിപ്പ് തരും, സംഗതികൾ ഓർമ്മിപ്പിക്കും. എടാ ഇത് അപകടമാണ്, മോനെ കുഞ്ഞെ പോകല്ലേ, മക്കളെ പോകല്ലേടാ, ഇത് പറഞ്ഞു തരും. പക്ഷേ ദൈവം ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയാൽ നമ്മളെ വിളിക്കുന്ന പേരാണ് റോബോട്ട്. എന്താണ്? റോബർട്ട് അല്ല, റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യാന്ത്രിക മനുഷ്യൻ. യാന്ത്രിക മനുഷ്യന് സ്വിച്ച് ഇട്ടാൽ മതി, അത് പ്രോഗ്രാംഡാണ്, അത് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെ ചന്ദ്രന് നോക്കിയേ, ഈ ഗ്രഹങ്ങളെ നോക്കിയേ, ചില നക്ഷത്രങ്ങളെ നോക്കിയേ, സ്റ്റാർസ്. ദൈവം അതിനെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു നക്ഷത്രത്തിനും വിശുദ്ധരാകാൻ പറ്റില്ല, ഒരു നക്ഷത്രത്തിനും പാപികളാകാനും പറ്റില്ല. നക്ഷത്രങ്ങൾക്ക് ആർക്കും ദൈവമക്കളാകാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? നക്ഷത്രങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യമില്ല. അതങ്ങനെ പ്രോഗ്രാംഡാണ്. അതിങ്ങനെ കറങ്ങിക്കോണം. അത് ഇങ്ങനെ കറങ്ങി അങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി അതങ്ങനെ തന്നെ പോക്കോണം. അവർക്കാർക്കും പാപികളാകാൻ പറ്റില്ല, ദൈവമക്കളാകാനും പറ്റില്ല. അവർക്ക് സ്വാതന്ത്ര്യമില്ല. പ്രിയപ്പെട്ടവർ, എന്നാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കും ആരാകാൻ പറ്റുമെന്നറിയോ? ദൈവമകനാകാൻ പറ്റും. നമുക്ക് പാപം ചെയ്യാനും പറ്റും, ചെയ്യാതിരിക്കാനും പറ്റും. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 15-ാം തിരുവചനത്തിൽ പറയുകയാണ്, മനസ്സ് വെച്ചാൽ, നിന്റെ മനസ്സിന് സ്വാതന്ത്ര്യമുണ്ട്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ പാഠം ഇതാണ്. ആദ്യം ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് പറയുമ്പോൾ നിനക്ക് തീരുമാനിക്കാം. ഇപ്പോൾ തുടക്കത്തിൽ എന്ത് ദൈവം വേണമെങ്കിൽ ഇപ്പം തീരുമാനിക്കാം. നിനക്ക് തീരുമാനിക്കാം ദൈവത്തിൽ ആശ്രയിക്കണോ വേണ്ടയോ. ദൈവം നിന്നെ നിർബന്ധിക്കുകയില്ല. ദൈവം നിന്റെ പുറകെ വരില്ല. നിർബന്ധിച്ചും തല്ലിയും അടിച്ചും ഒരു സ്നേഹമുള്ള അപ്പൻ ഒരു മക്കളെയും നിർബന്ധിച്ചും തല്ലിയും അടിച്ചും അല്ല നന്നാകുന്നത്. ശാസിക്കും, ശിക്ഷണം കൊടുക്കും, എന്നാൽ മുന്നറിയിപ്പ് കൊടുക്കും, പടിപടിയായി തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തത്തില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവം പലരും ജീവിതത്തിൽ തകർന്ന് തരിപ്പണമാകുന്നതിൻ്റെ കാരണത്തിൽ കണ്ണുനീരോടെ വേദനയോടെ ദൈവം നോക്കി നിൽക്കും. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ദുരുപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ആമുഖത്തോടുകൂടി നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിഷയം ഇതാണ്, ദൈവത്തിൽ നമുക്ക് ശരണപ്പെടണം.
ദൈവത്തിൽ നാം ആശ്രയിക്കണം. എന്താണ് ആശ്രയിക്കേണ്ടത്? ഒന്നാമത്തെ പാഠം, 3 പാഠങ്ങൾ ഞാൻ നിങ്ങളോട് ഇന്ന് സന്ധ്യയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1, ദൈവാശ്രയബോധം. 1, ദൈവത്തിനെല്ലാം സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിനെല്ലാം സാധ്യമാണ്. നമുക്ക് പറയാൻ അറിയാം, നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കാ 1:37, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമുക്കതറിയാം. പക്ഷേ ഇത് ഉള്ളിലോട്ട് ഇങ്ങോട്ട് കയറണം. ഇല്ലെങ്കിൽ നമ്മൾ പലരും അവിശ്വാസികളായിട്ടിരിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും പിന്നെ ഒരു അങ്കലാപ്പാണ്. പലരും ഇങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ ഒരു ബോധ്യം ഹൃദയത്തിലോട്ട് അങ്ങോട്ട് കയറുന്നില്ല. കാര്യം അറിയാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശ്വസിക്കേണ്ടത്. നിന്റെ ദൈവത്തിന് എല്ലാം സാധിക്കും. പഴയ നിയമത്തിലെ ഒരു സംഭവം റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിൽ പഴയ നിയമത്തിലെ അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ട്. വായിക്കാമോ? റോമർ 4:19. 100 വയസ്സായ വായിച്ചോളൂ. 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. ആരുടെ? അബ്രഹാമിൻ്റെ. അതായത് ശ്രദ്ധിച്ച് കേൾക്കണം. വചനം പറയുകയാണ് 100 വയസ്സായ അബ്രഹാമിൻ്റെ ശരീരം മൃതപ്രായമാണെന്നറിഞ്ഞിട്ടും തൻ്റെ ഭാര്യ 90 വയസ്സുള്ള സാറായുടെ ഉദരം വന്ധ്യമാണ്, ബാരൻ ആണ് എന്ന് അറിഞ്ഞിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. കാര്യം ഫിസിക്കലി രണ്ടുപേരും വീക്കാണ്. അതായത് ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാം നിന്റെ പേരിനിയും അബ്രാം എന്നായിരിക്കുകയല്ല, പിന്നെന്തായിരിക്കും? അബ്രഹാം എന്നായിരിക്കും. എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അടുത്ത വചനം പറയാണ്, നീ ജനതകളുടെ പിതാവായി അറിയപ്പെടും. അപ്പോൾ അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, ജനതകളുടെ പിതാവ്. അപ്പോൾ ആര് കേട്ടത്? അബ്രഹാം കേട്ടു. അബ്രഹാം അടുത്ത ദിവസം വില്ലേജ് ഓഫീസിൽ പോയി. പേര് ചേഞ്ച് ചെയ്യണമല്ലോ, അല്ലേ? ഇല്ലെന്നുണ്ട് ശരിയാകുകയില്ല. കാരണം പേര് മാറി. ഇന്നലെ വരെ എന്ത് പേരായിരുന്നു? അബ്രഹാം. ഇപ്പോൾ അബ്രഹാം. അപ്പോൾ വില്ലേജ് ഓഫീസിൽ ചെന്ന വില്ലേജ് ഓഫീസർ ചോദിച്ചു, എന്തിനാ വന്നേ? അതെ, പേര് മാറണം. എന്താണ്? എൻ്റെ പേര് അബ്രഹാം. അബ്രഹാം എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ് എന്നല്ലേ, ജനതകളുടെ പിതാവ് എന്നല്ലേ? അതെ, അങ്ങനെ പേര് മാറ്റി. അല്ല, ഇയാൾക്ക് എത്ര മക്കളുണ്ട്? മക്കളൊന്നുമില്ല. മക്കളൊന്നും ഇല്ലാത്ത ആളിന് ജനതകളുടെ പിതാവ് എന്ന പേര്. വില്ലേജ് ഓഫീസർ വിളിച്ചിങ്ങനെ നിൽക്കുകയാണ്. 25 വർഷത്തേക്ക് മക്കളില്ല. 100ാമത്തെ വയസ്സിലാണ് മക്കൾ. പ്രിയപ്പെട്ടവരെ, തൻ്റെ ശരീരം മൃതപ്രായമാണ്, മരിക്കാറായി എന്നറിഞ്ഞിട്ടും ഭാര്യയുടെ ഉദരം വന്ധ്യമാണെന്നറിഞ്ഞിട്ടും അബ്രഹാം ഹി ട്രസ്റ്റഡ്. ഇതാണ് ദൈവത്തിൽ ശരണപ്പെട്ടു, ദൈവത്തിൽ ആശ്രയിച്ചു. ഇതാണ് നിന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കേണ്ടത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇവിടെ ഇരിക്കുന്ന പലരുടെ മനസ്സിൽ ചഞ്ചലത, ആകുലതയുണ്ട്. ഇത് മാത്രം നടക്കുകയല്ല, എല്ലാം നടന്നു. പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുർബല മനസാക്ഷിയോടുകൂടി ആയിരിക്കുന്നവരുണ്ടെങ്കിൽ കുടുംബത്തിൽ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് മേൽ അധികാരം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നവന് എല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മുടെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. തുടർന്നൊരു വചനം കൂടെ പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവനും അവൻ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഇതാണ് വചനം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഈ പ്ലഗ് സോക്കറ്റൊക്കെ ഇരിപ്പുണ്ട്. ഇതിനകത്തെല്ലാം കറണ്ടുണ്ട്. ഇല്ലെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു സേഫ്റ്റി പിൻ ഇട്ട് നോക്കിയാൽ മതി. കറണ്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഇത് സോക്കറ്റിനകത്തിരിപ്പുണ്ട്. ദൈവം ശക്തനാണ്, സർവശക്തനാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. പക്ഷേ ഇത് എനിക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തേപ്പ് പെട്ടിയോ
ഫാനോ ലൈറ്റിൻ്റെ പ്ലഗിലോട്ട് കുത്തണം സോക്കറ്റിലോട്ട് ഇതങ്ങോട്ട് കുത്തുമ്പോൾ അതേ കറണ്ട് ചാർജ് എവിടെ കിട്ടി? എൻ്റെ ബൾബ്, എൻ്റെ ഫാൻ, അതേ ചാർജ് എൻ്റെ ഫാനിന് കിട്ടി. ഇതുപോലെ ദൈവത്തിന് പവറുണ്ട്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. പക്ഷേ എനിക്ക് ഈ ചാർജ്, ഈ പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ കണക്ഷൻ ആവശ്യമാണ്. ഇതാണ് ഈശോ പറഞ്ഞത്, ദൈവത്തിനെല്ലാം സാധ്യമാണ്, അവനിൽ വിശ്വസിക്കുന്നവനും എല്ലാം സാധിക്കും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ചിലർ പറയും, എന്നാലും പറ്റുമെന്ന് തോന്നില്ല, അതുപോലെ ഭാരം അച്ഛൻ, അതുപോലെ അച്ഛൻ അറിയാത്തതുകൊണ്ട് അച്ഛൻ എനിക്ക് പറ്റുന്നില്ല, എത്ര പ്രാർത്ഥിച്ച് ദൈവത്തിന് ഇതൊന്നും സാധ്യമാകും തോന്നുന്നില്ല, പാവം ദൈവം. ഇങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. സ്നേഹമുള്ളവരെ, ഇതിനൊരു ഉപമയുണ്ട്, ഒരു ഉപമ. ഇപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇവിടെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, കുറേ ഉറുമ്പുകളിങ്ങനെ അതുവഴി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കിറ്റ് കൊടുക്കാനെടുത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ തറയിൽ വീണ ഒരു ഉറുമ്പ് ചുമക്കാനുള്ള ശ്രമമാണ്. ഈ ഉറുമ്പിനേക്കാളും 10 മടങ്ങ് ഭാരമുള്ളതാണ് ഈ അരി. ഈ ഉറുമ്പ് ആവുന്ന പണി 56 നോക്കുകയാണ്. ഇതിങ്ങനെ ഒന്ന് ചുമന്ന് കൊണ്ടുപോകാൻ എത്ര 10 അടി അകലെ ഒരു മൂലയ്ക്ക് ഒരു കുഴിയുണ്ട്, അവിടെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഞാൻ നോക്കുമ്പോൾ ഉറുമ്പ് ഭാരം കൊണ്ട് വയ്യ പെടാപ്പാട് വിടുക. അങ്ങനെ ഇരിക്കുമ്പോൾ അതിങ്ങനെ മേളോട്ട് നോക്കുമ്പോഴാണ് ഞാൻ ഇതാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണെന്ന്. അത് പറഞ്ഞു, കണ്ണി ചോര വേണം ഫാദർ ബെന്നി അല്ലേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, വല്ലാത്ത ഭാരമാണെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഉറുമ്പ് പറഞ്ഞു. അങ്ങനെ കാണുന്നേ ഉറുമ്പേ എന്നെ നോക്കി പറയാണ്, വല്ലാത്ത ഭാരമാണ്, എനിക്ക് പറ്റണില്ല, ഇത് 10 അടി അകലെ എൻ്റെ വീട്ടിൽ വരെ ഒന്ന് എത്തിക്കാം. എനിക്കിത് വലിയ പാടാണോ? ഞാൻ പറയും, എൻ്റെ കുഞ്ഞുറുമ്പേ, ഒരു കരി വേണമെങ്കിൽ ഞാൻ ഇവിടെ എത്തിക്കും. 10 അടിയാണോ? ഒരു 10 കിലോമീറ്റർ എത്തിക്കാം, നീ പറ്റില്ലേ? ഇതുപോലാണ് ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ. വല്ലാത്ത ഭാരം. ആരോടാ പറയുന്നത്? ദൈവത്തോട് പറയുകയാണ്, ഈ അരി ഭാരമാണ്, പറ്റുന്നില്ല. ദൈവത്തിന് ചാക്കുംപടി അരി വീട്ടിലെത്തിക്കാനുള്ള കഴിവുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, ഈ പ്രപഞ്ചമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയൊക്കെ അതിൻ്റെ ഒരു തരി മാത്രം, അതിനകത്തെ ഒരു ചെറിയ കരട് ഏത്? ഇന്ത്യ മഹാരാജ്യം. അതിനകത്തെ ഒരു ചെറിയ കരടിൻ്റെ കരട് ഏത്? കേരളം. അതിനകത്ത് നമ്മുടെ അവസ്ഥയോ? ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തോട് പറയാണ്, നിനക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഏത്? എൻ്റെ ഒരു കടമേ. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കണം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൽ വിശ്വസിക്കണം. സകലവും സൃഷ്ടിച്ച് ക്രമീകരിക്കുന്ന നിന്റെ ഈ ദൈവം ആരാണെന്നറിയാമോ? ഈശോ പഠിപ്പിച്ചു, Our Father who art in heaven. എൻ്റെ സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ ഡാഡി, എൻ്റെ അപ്പച്ചനായത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രശ്നം ദൈവത്തിന് നിസ്സാരമാണ് എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. Trust in the almighty power of your God. ഇതാണ് പലരും പേടിച്ച് കഴിയുകയാണ്, അവിശ്വസിച്ച് കഴിയുകയാണ്, ഈ ഭാരം കൊണ്ട് നെടുവീർപ്പിട്ട് കഴിയുകയാണ്. ഇത് വിശ്വസിക്കണം, ഇത് ഉള്ളിലേക്ക് കയറണം. എൻ്റെ ദൈവത്തിന് നിസ്സാര പ്രശ്നമാണ് എൻ്റെ ഏത് പ്രശ്നവും, എൻ്റെ ഏത് വിഷയം, മക്കളെ കൊണ്ടുള്ള വിഷയം, വീടിനെ കൊണ്ടുള്ള വിഷയം, മനസമാധാനം നഷ്ടപ്പെട്ട വിഷയം, എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് ഇതെടുത്തു മാറ്റാനാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ പാഠം ഇതാണ്, ട്രസ്റ്റ് ഗോഡ്. ദൈവത്തിന് എല്ലാം സാധിക്കും. രണ്ടാമത്തെ പാഠം ഇതാണ്, നിന്റെ ദൈവം അനുവദിക്കാതെ ആർക്കും നിന്നെ ഉപദ്രവിക്കാൻ പറ്റില്ല. Nobody can harm you except you yourself. നമ്മളെ ഉപദ്രവിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ. ദൈവം അനുവദിക്കാതെ ഒരു മനുഷ്യനും ദൈവ പൈതലിനെ തൊടാൻ പറ്റില്ല. ഇത് വിശ്വസിക്കണം, ഇതൊരു വിശ്വാസ സത്യമാണ്. നമ്മളിങ്ങനെ ആളുകളെ പേടിച്ച് കഴിയുകയാണ്.
അവർ ദ്രോഹം ചെയ്തു, കൂടോത്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. 100 പേര് ഓരോ ദിവസവും ഈ പ്രശ്നത്തിൽ കെട്ടിങ്ങനെ ആലാഹപ്പെട്ട് കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കണം. റോമർ 8:28 നമുക്ക് സുപരിചിതമായ വചനം, അത് ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് ആഴപ്പെടണം. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇനിയും ഏതെങ്കിലും ദുരിതം വന്നാൽ തന്നെ, ഒരു ക്ലേശം വന്നാൽ തന്നെ ദൈവത്തിന് ഈ പ്രശ്നത്തെ ഏറ്റവും നല്ലതാക്കി മാറ്റാൻ പറ്റും. ഇത് വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് തിന്മയെയും ദൈവത്തിന് നന്മയാക്കാൻ പറ്റും. നിന്റെ പാവാവസ്ഥ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് മാറ്റമില്ല. എന്നാൽ തന്നെ വിശ്വസിക്കണം, നിന്റെ ദൈവത്തിന് ഈ അവസ്ഥ മാറ്റി നിന്നെ വിശുദ്ധിയുടെ നിറകുടമാക്കി മാറ്റാൻ പറ്റും. 100 കണക്കിന് അടയാളങ്ങൾ, മാതൃകകൾ, സാക്ഷ്യങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. ഇത് വിശ്വസിക്കണം. നിന്റെ ദൈവം ഇടപെട്ട് മാറ്റും. ദൈവം അങ്ങെങ്ങോ ഇരിക്കുന്ന ഒരു ശക്തിയല്ല, മറിച്ച് നിന്റെ അപ്പനാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഈ വചനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ദ വേർഡ് ഗോഡ്. ദൈവം എന്ന വാക്കിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവത്തിന് മാറ്റാൻ പറ്റും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തിന്മ ഏതായിരുന്നെന്നറിയാമോ? ലോകത്തിലെ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരിതം പിടിച്ച തിന്മ അതേതായിരുന്നറിയോ? അത് ഭൂകമ്പം ഉണ്ടായത്, കഴിഞ്ഞ വർഷം പ്രളയം ഉണ്ടായതൊന്നുമല്ല. അതാണ് ദൈവപുത്രനെ മനുഷ്യൻ, സൃഷ്ടി കുരിശിൽ തറച്ചു കൊന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ, കുരിശുമരണം. ഒന്നാലോചിച്ച് നോക്കിയേ, ദൈവപുത്രനെ, സാധാരണ മനുഷ്യനല്ല, ദൈവം തന്നെയായ പുത്രൻ തമ്പുരാനെ അടിച്ച് തറച്ച് കുരിശിൽ തൂക്കിയിട്ടു, നഗ്നനായി തൂക്കിയിട്ടു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ. ഇതിൽ പരം തിന്മ വേറെയില്ല. കാരണം സൃഷ്ടാവിനെയാണ് കുരിശിൽ തറച്ചത്. ഇതിൽ പരം തിന്മ വേറെയില്ല. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ നന്മ ഏതാണെന്നറിയാമോ? പറഞ്ഞോ. കുരിശു മരണം. ലോകത്തിലെ ഏറ്റവും വലിയ നന്മ കുരിശു മരണം. ഈശോ കുരിശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുമോ? ഈശോ കുരിശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവൻ ഉണ്ടാകുമായിരുന്നില്ല. അവന്റെ നാമത്താൽ, കുരിശു മരണത്താലാണ് നാം നീതീകരിക്കപ്പെട്ടത്. നാം പാപമില്ലാത്തവരായി മാറും. എന്താണ് നീതീകരണം എന്നറിയാമോ? ഇത്രയും നാൾ ഞാൻ ചെയ്ത പാപമെല്ലാം ദൈവം മറന്നിട്ട് ഇപ്പോൾ എന്നെ കാണുമ്പോൾ, എൻ്റെ അടുത്ത് ഈശോ എന്നെ നോക്കുമ്പോൾ, ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ലാത്തൊരു കുഞ്ഞു തന്നെ നിന്ന് പ്രസംഗിക്കുന്നു. ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത ഒരാളെ കണക്ക് എന്നെ ഈശോ ഇപ്പൊ കാണുന്നു. ഇതാണ് നീതീകരണം. ഇതെങ്ങനെ സാധിച്ചു? ലോകത്തിലെ എല്ലാ മനുഷ്യനെ നീതീകരിക്കുന്ന ദൈവപുത്രന്റെ കുരിശുമരണം. നോക്കിയേ, ദൈവം ഏറ്റവും നികൃഷ്ടമായ ഈ തിന്മയെ ദൈവം എന്താക്കി മാറ്റി? ഏറ്റവും വലിയ നന്മയാക്കി മാറ്റി. ഇത് വിശ്വസിക്കണം. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ തിന്മയെ ദൈവം ഏറ്റവും വലിയ നന്മയാക്കി മാറ്റും. അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതും തീർന്നു, ഇനി ഒരു രക്ഷയിൽ, ഇത് വിധി ഇങ്ങനെ ആയിപ്പോയി, ഗതികെട്ടുപോയി, പെട്ടുപോയി, ഇങ്ങനെയൊക്കെ കരുതി ജീവിക്കുന്നവരുണ്ട്. ഈ സന്ധ്യയിൽ എൻ്റെ ദൈവമക്കളെ, ഹൃദയത്തിലേക്കൊന്ന് കയറണം. പിശാച് ചെവിയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ചെവികൾ തുറക്കണം, ഹൃദയം തുറക്കണം. ഇത് വിശ്വസിച്ചാലേ വിജയമുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ദൈവം നിർബന്ധിക്കത്തില്ല. ദൈവം പറഞ്ഞു തരും, ദൈവം നിർബന്ധിക്കില്ല. നിങ്ങൾക്കറിയാമോ, കാനാൻ നാട്ടിൽ ദൈവം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ ജനതയെ കൊണ്ടുവന്ന് കാനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവജനത്തോട് പറഞ്ഞു, ഈ കാനാൻ നാട്ടിൽ കുറേ രാക്ഷസന്മാരുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ രാക്ഷസന്മാരെ ഓരോരുത്തരെയും നിങ്ങൾ കീഴ്പ്പെടുത്തണം. ഒരു രാക്ഷസനെ കൊല്ലുമ്പോൾ ആ നാട്ടിലെ ആ രാക്ഷസന്റെ കീഴിലുള്ള സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാകും. ഈ കാനാൻ നാട്ടിൽ ഈ തെറ്റായ മതസങ്കല്പത്തിൽ പെട്ട് കഴിയുന്ന രാക്ഷസന്മാരുണ്ട്. വലിയ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളവരാണ്, വലിയ ആളുകളാണ്, വലിയ കൈക്കരുത്തും മെയ്ക്കരുത്തും ഒക്കെ ഉള്ളവരാണ്. അപ്പം ഇവരെ കീഴ്പ്പെടുത്തണം. കുറച്ച് പേര് ഇന്ന് നോക്കിയിട്ട് അതിലൊരു 6000 പേര് പറഞ്ഞു, പറ്റില്ല. എന്ത്?
സ്റ്റിക്കറായി പോകും ഞങ്ങളെന്ന് പറഞ്ഞു. അവന്മാരുടെ ഹൈറ്റ് കണ്ടോ, അവന്മാരുടെ കൈ കണ്ടോ, അത് വല്ലതും വന്ന് തോളത്ത് വീണ ഒടിഞ്ഞു വരിഞ്ഞു പോവും. അതുകൊണ്ട് പറ്റില്ല. കർത്താവ് ചോദിച്ചു, പറ്റില്ലേ? പറ്റില്ല. പറ്റില്ലല്ലോ. പറ്റണ്ട. 6000 പേര് കാനാൻ നാട്ടിൽ കയറിയില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ നോക്കട്ടെ വിശ്വാസം ഉണ്ടോ. പ്രിയപ്പെട്ടവരെ, നാം എന്ത് വിശ്വസിക്കുന്നു നാം അതായിത്തീരും. നീ ഇതിൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഇല്ലയോ? എന്നും ഈ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ജീവിതം ഒടുക്കാനേ നമുക്ക് വിധിയുള്ളൂ. 6000 പേർക്ക് സംഭവിച്ച ദുരന്തമെന്നാണ്. അവർ 40 വർഷക്കാലം ഈ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ ആ മരുഭൂമിയിൽ വെച്ച് തന്നെ ഒടുങ്ങി. അവർക്കാർക്കും ഈ കാനാൻ നാട്ടിൽ കയറാൻ പറ്റിയില്ല. വിശ്വസിക്കുക, നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ ആവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ്ലീഹ ഈ മർമ്മം അറിഞ്ഞിട്ട് 1 പത്രോസ് 3:13 വളരെ വ്യക്തമായി എഴുതി വെച്ചു, നമുക്ക് ഈ ദൈവാശ്രയത്തിൽ ഒരു തീക്ഷ്ണത വേണമെന്ന് പറഞ്ഞു. ഇത് വെറുതെ ഇങ്ങനെ ഒന്നിരിക്കരുത്. ദൈവാശ്രയത്തിൽ ഒരു തീക്ഷ്ണത വേണം. ഓരോരുത്തരുടെയും ജീവിതം പ്രൈവറ്റ് ലൈഫാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു എരിവ് വേണം. എൻ്റെ ദൈവത്തിന് എന്നെ രക്ഷിക്കാനാവും. 1 പത്രോസ് 3:13 വായിക്കുക. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും? നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് പറ്റും? ആർക്കും പറ്റില്ല. എന്താ എങ്ങനെ ചോദിച്ചേ? പറ്റില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ. നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്കും പറ്റില്ലെന്നേ. നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്കും പറ്റില്ല. നിങ്ങളെ തകർക്കാൻ ഒരു തിന്മയ്ക്കും പറ്റില്ല. അധികാരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വഴിമാറും. തടസ്സം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില മേഖലകളുണ്ടല്ലോ, അത് വാതിലുകൾ തുറന്നു കിട്ടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്ന പാഠം ഇതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നമ്മളെ തകർക്കാനാവില്ല. ദൈവത്തിന് ഏത് പ്രതിസന്ധികളിലും നമ്മളെ രക്ഷിക്കാനാകും. ഒരു ഉപദ്രവവും നമുക്ക് കേൾക്കാതെ ദൈവത്തിന് നമ്മളെ കൊണ്ടുപോകാനാകും. പഴയ നിയമത്തിൽ നല്ലൊരു സംഭവമാണ് ജോസഫിൻ്റെ സംഭവം. പഴയ നിയമത്തിലെ ജോസഫിനെ ജീവൻ എടുക്കാൻ ആഗ്രഹിച്ച സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങൾ അവനെ വിറ്റ് കാശാക്കി. നമ്മുടെ ജീവിതം എടുത്താൽ മതി. സ്വന്തം സഹോദരങ്ങൾ നമ്മളെ വിറ്റ് കാശാക്കും. പക്ഷേ ദൈവം അവനെ കളഞ്ഞില്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നടക്കുന്നത് വരെ, ഇനി ലോകം മുഴുവനും നിനക്കെതിരായിട്ട് വന്ന് നിന്നാലും ദൈവത്തിൻ്റെ പദ്ധതി നിന്നിലൂടെ നിറവേറുക തന്നെ ചെയ്യും. നിന്നെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഫിസിക്കലി, എക്സ്റ്റേണലി, പുറമെ ചില മുറിവുകൾ ഉണ്ടാക്കാൻ പറ്റിയേക്കും. ചിലപ്പോൾ ഒരു പക്ഷം ഉണ്ടെങ്കിൽ തോണ്ടിയിട്ട് പോകും. ആത്യന്തികമായിട്ട് നിന്നെ ദൈവം നോട്ടമിട്ടാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വസിക്കണം, ആർക്കും നിന്നെ ഉപദ്രവിക്കാനാവില്ല. പഴയ നിയമത്തിൽ ജോസഫിൻ്റെ ചേട്ടന്മാര് ജോസഫിനെ വിറ്റ് കാശാക്കാൻ നോക്കി. ഒടുവിൽ അവനെ പൊട്ടക്കണ്ടിക്കൊണ്ട് തള്ളിയിട്ടു. എന്താ സംഭവിച്ചേ? ഇഞ്ചിഞ്ചായിട്ട് അവൻ കിടന്ന് ചാകട്ടെ. അങ്ങനെ ചിലർ ചെയ്യും. ഇഞ്ചിഞ്ചായിട്ട് നമ്മളെ തള്ളിക്കളയും. അവിടെ കിടന്ന് ദുരിതം അനുഭവിക്കട്ടെ. അവിടെ കിടന്ന് അവൻ തകരണം. അവന് 5 പൈസ കൊടുക്കത്തില്ല. അവൻ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ. ഇങ്ങനെ കരുതുന്നവരുണ്ട്. ഒടുവിൽ അവൻ ഈജിപ്തിലെത്തി. ഈജിപ്തിൽ ചെന്നപ്പോൾ പൊത്തിഫറിന്റെ ഭാര്യ അവനെ പിടിച്ച് ജയിലിലിട്ടു. അവനെതിരെ കോടതി വിധി ഉണ്ടായി. അവൻ ജയിലിലായി. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അവന് നടന്നെങ്കിലും അജ്ഞാതമായ ആ നാട്ടിൽ ആരോരുമില്ലാതെ ഈ ചെറുക്കൻ രാജാക്കന്മാരുടെ കുറ്റവാളികളെ, രാജാവിനെതിരെ കുറ്റം ചെയ്യുന്നവരെ അടച്ചിടുന്ന ഇരുട്ട് തുറുങ്കിൽ അകത്ത് കൊണ്ടുപോയി ഇട്ട് ഒരു രക്ഷയുമില്ല ഈ മനുഷ്യൻ രക്ഷപ്പെടാൻ. പക്ഷേ നിങ്ങൾക്കറിയാമോ, 30-ാമത്തെ വയസ്സിൽ അവൻ ഈജിപ്തിൻ്റെ 2ാമത്തെ ഭരണാധികാരിയായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിക്കണം എൻ്റെ സ്നേഹമുള്ളവരെ. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് പൂർത്തിയാകുന്നത് വരെ ആർക്കും നിന്നെ ഉപദ്രവിക്കാനാവില്ല. ഞാൻ ആവർത്തിക്കുന്നു, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നീ അത് വിശ്വസിച്ചാൽ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്രോജക്റ്റ് ഉണ്ട്. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. അത് വിശ്വസിച്ചാൽ അത് പൂർത്തിയാകുന്നത് വരെ ഇനിയും ലോകം മുഴുവനും കീഴ്മേൽ മറിഞ്ഞു വന്നാലും നിന്നെ തൊടാൻ പറ്റില്ല. ഇത് വിശ്വസിക്കണം.
ദാവീദിനെ കൊല്ലാൻ സാവൂൾ മുന്നിട്ടിറങ്ങി. രാജാവാണ്. അദ്ദേഹം തന്നെ നേതൃത്വം നൽകി ഒരു സൈന്യത്തെ കൊണ്ട് ഈ ദാവീദിന്റെ പുറകെ നടക്കുകയാണ്. എന്തിന്? കൊല്ലാൻ. സൈന്യബലത്തോടുകൂടി രാജാവ് തന്നെ മുന്നിട്ടിറങ്ങി ഈ ചെറുക്കനെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബൈബിളിൽ അറിയാം, ദൈവം ഉണ്ടല്ലോ, ദാവീദിനെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കും, ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് വെക്കും, ഒടുവിൽ സിംഹാസനത്തിൽ കൊണ്ടുവച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് പൂർത്തിയാക്കുന്നത് വരെ നിനക്കൊരു ആക്സിഡന്റ് ഉണ്ടാവില്ല. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് പൂർത്തിയാകുന്നത് വരെ നിന്നെ കൊറോണ പിടിച്ച് കൊല്ലില്ല. നീ വിശ്വസിക്കണം. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് ഈ ഭൂമിയിൽ നിറവേറുന്നത് വരെ ഒരു രോഗത്തിനും നിന്നെ കൊല്ലാൻ പറ്റില്ല. ഇത് വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ജീവിതത്തിൽ സുന്ദരമായ ഒരു വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാം തിരുവചനം. ഈശോ വളരെ ദൈവാശ്രയ ബോധം നമുക്ക് കാണിച്ചു തന്നാണ്. അപ്പനിൽ വിശ്വസിച്ചു. എൻ്റെ അപ്പൻ അറിയാതെ ഒന്നും നടക്കില്ല. പീലാത്തോസ് പറഞ്ഞു, നിന്നെ കൊല്ലാനും നിന്നെ കുരിശ് തറയ്ക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയാമോ? ഈശോനെപ്പോഴും എൻ്റെ പിതാവ് അനുവദിച്ചാലല്ലാതെ ആർക്കും ഈ അവകാശം കിട്ടില്ല. എൻ്റെ മേൽ കൈവെക്കാൻ, തൊടാൻ നിനക്ക് അധികാരം ഉണ്ടാവില്ല. എന്നെ തൊടണമെങ്കിൽ എൻ്റെ അപ്പൻ അനുവദിക്കണം. ഇതായിരിക്കണം പ്രിയപ്പെട്ടവരെ ദൈവമക്കളുടെ വിശ്വാസം. ഹല്ലേലൂയ. യോഹന്നാൻ 7:30 പലരും വന്ന്, ആ കാലത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരികൾ, സൈന്യബലം, ഫരീസയർ, നിയമജ്ഞർ, പ്രധാന പുരോഹിതർ, അവർക്കെല്ലാം സൈന്യമുണ്ടായിരുന്നു, അവർക്കെല്ലാം പടയാളികളുണ്ടായിരുന്നു. എന്നാൽ ഈശോയ്ക്കോ? ഒരു തച്ചൻ്റെ മകൻ, 33 വയസ്സുള്ള ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, എട്ടും പൊട്ടും തിരിയാത്ത 5-6 പേര് അവൻ്റെ കൂടെ നടന്നു, ശിഷ്യന്മാർ 12 പേര്, അതല്ലാതെ ആരുമില്ല. പക്ഷേ വചനം വായിക്കാമോ? യോഹന്നാൻ 7:30. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല. അത്രേ ഉള്ളൂ കാര്യം. അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, കൊറോണ വന്നാലും നമ്മളെ കൊല്ലാൻ പറ്റില്ല. സമയമായില്ലെന്നേ. ഇത് വിശ്വസിക്കണം. നിന്റെ ദൈവം അനുവദിച്ചാലല്ലാതെ ഒരു ഉപദ്രവം ദൈവ പൈതലേ നിനക്ക് കേൾക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു പാഠം കൂടെ കണ്ടുകൊണ്ട് ഈ ചിന്ത നമുക്ക് സമാപിപ്പിക്കാം. എഫേസ്യർ 2:10. ആ വചനം മനസ്സിൽ തറയണം. ഒന്നാമത്തെ പാഠം ഇതാണ്: ദൈവത്തിനെല്ലാം സാധിക്കും. എൻ്റെ ദൈവത്തിന് എല്ലാം സാധിക്കും. 2, എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരു ഉപദ്രവവും എനിക്ക് ഏൽക്കില്ല. മൂന്നാമത്തെ പാഠമാണിത്. എഫേസ്യർ 2:10 വായിക്കാമോ? നാം ദൈവത്തിൻ്റെ കരവേലയാണ്. ബൈബിള് നിർത്തി വായിച്ചു കേൾക്കണം. നമ്മളത് ഉള്ളിൽ തറയേണ്ട ഒരു വചനമാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവം കയ്യിലെടുത്ത് നമ്മെ സൃഷ്ടിച്ചതാണ്. ഓരോ മനുഷ്യനെ കുറിച്ചുമുള്ള പരിശുദ്ധാത്മാവ് കുറിച്ചു വെച്ച വചനമാണ്. മനസ്സിലേക്ക് കയറണം. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. എന്നേറ്റു പറയാമോ? നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. വായിച്ചോളൂ. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം കുറേ സൽപ്രവൃത്തികൾ യേശുക്രിസ്തുവിൽ നിറവേറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. നാം ഈ ഭൂമിയിൽ വെറുതെ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ല, കണക്കെ പോകാനുള്ളവരല്ല. പലരും കരുതും, എന്തിനായി ജീവിതം, എന്നാ ചെയ്യാനാ, എന്തുകൊണ്ട് ചെയ്യാൻ, തീർന്ന ജീവിതം. അങ്ങനല്ല. ബൈബിൾ പറയുന്നത് അതല്ല. പിശാച് അതൊക്കെ പറഞ്ഞു തരുന്നേ. ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? നാം ചെയ്യാൻ വേണ്ടി ദൈവം കുറേ സത്പ്രവൃത്തികൾ ദൈവം ഈ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പ്രപഞ്ച സ്ഥാപനത്തിന് മുൻപേ എന്ന് പറഞ്ഞാൽ മാലാഖമാരെ സൃഷ്ടിക്കുന്നതിന് മുൻപേ, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപേ, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം യേശുക്രിസ്തുവിൽ നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിട്ട് കുറേ സൽപ്രവൃത്തികൾ ഏൽപ്പിച്ച്, അപ്പോഴാണ് നമ്മൾ പോകണം. അങ്ങോട്ട് പോകണം, വടക്കോട്ട്. ദൈവത്തിൻ്റെ സത്പ്രവൃത്തികൾ എവിടെ? ദൈവത്തിൻ്റെ കയ്യിലിരിക്കുക. ഇത് നമ്മുടെ കയ്യിലേക്ക് തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. അപ്പോൾ ദൈവം എന്തോന്ന് സത്പ്രവൃത്തി? കോവിഡ് പിടിച്ചിരിക്കുമ്പോഴാണ് സത്പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, ദൈവം
അനേക സൽപ്രവൃത്തികൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്മാറരുത്, പിന്മാറിപ്പോകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു വചനം നിങ്ങൾ ശ്രദ്ധയോടിരിക്കുന്നതോട് പറയുകയാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, എന്തിനാലല്ല? പ്രവൃത്തിയാലല്ല. നമ്മൾ പ്രവൃത്തി കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്. അതായത് നമ്മുടെ ആരുടെയും പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്, വിശ്വാസം കൊണ്ടാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടു. വിശ്വാസം മൂലം കൃപ കൊണ്ട് അതായത് ദൈവം തൻ്റെ കൃപ ചൊരിഞ്ഞിട്ടാണ് നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ ശ്രദ്ധിക്കണം, എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം ചെയ്യാൻ ഒത്തിരി പ്രവൃത്തികളുണ്ട്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് ചെയ്യാൻ സത്പ്രവൃത്തികൾ ഏറെയുണ്ട്. അതാണ് ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൻ്റെ അർത്ഥം, മീനിങ്. നമ്മൾ പ്രവൃത്തിയാലല്ല രക്ഷിക്കപ്പെട്ടത്, കൃപയാലാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം ചെയ്യാൻ സത്പ്രവൃത്തികൾ ദൈവം ഒരുപാട് ഒരുക്കിയിട്ടുണ്ട്. അതാണ് യേശു ക്രിസ്തുവിൽ ദൈവം തയ്യാറാക്കിയിരിക്കുന്ന പ്രവൃത്തികൾ എന്ന് പറയാൻ കാര്യം. യേശു ക്രിസ്തുവിൽ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഈ സത്പ്രവൃത്തികൾ, യേശു ക്രിസ്തുവിലുള്ള ഈ സത്പ്രവൃത്തികൾ ധാരാളം നമുക്ക് ചെയ്യാനുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഉദാഹരണത്തിന് നമ്മൾ വീട് പണിയാണ്. അതിൻ്റെ അടിത്തറ പണിഞ്ഞു. അവിടെ കൂടുതൽ പ്രവൃത്തിയൊന്നുമില്ല, ഒരു അടിത്തറ പണി തീർന്നിട്ട്. പക്ഷെ പ്രവൃത്തി വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ഈ അടിത്തറയിൽ, ഈ രക്ഷയുടെ മേൽ ഒരു സൂപ്പർ സ്ട്രക്ചർ വരും. അവിടെയാണ് ജനലുകൾ വരുന്നത്, വാതിലുകൾ വരുന്നത്, ഇന്റീരിയർ ഡെക്കറേഷൻ വരുന്നത്, പെയിന്റിങ് വരുന്നത്. ആകെപ്പാടെ വീടിൽ ഒത്തിരി പ്രവർത്തിക്കാൻ കിടക്കുകയാണ്. ഈ അടിത്തറ മാത്രം പണിതുകൊണ്ടാകുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ പണിതുയർത്തപ്പെട്ടു. എവിടെ? അടിത്തറ, രക്ഷിക്കപ്പെട്ടു. പക്ഷേ രക്ഷയ്ക്ക് ശേഷമുണ്ടല്ലോ, ഈ ക്രിസ്ത്യാനിയായതിനു ശേഷം നമുക്ക് ഒത്തിരി സത്പ്രവൃത്തികൾ ചെയ്യാനുണ്ട്. അതിനാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ടാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കഴിവുകൾ, ഇതെല്ലാം ദൈവം അതിനിണങ്ങിയ രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനിണങ്ങിയ രീതിയിൽ. അപ്പോൾ ഈ സത്പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ദൈവം വളരെ വ്യക്തമായ ഒരു പ്രോജക്റ്റ് നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. ഇത് ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം ഡിസൈൻ ചെയ്തതാണ്. മാലാഖമാരെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം സൃഷ്ടിച്ചതാണിത്, ഈ പദ്ധതി. ഈ പ്രോജക്റ്റ് നമ്മുടെ മേൽ ഏൽപ്പിച്ച് ദൈവം തരുമ്പോൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, എനിക്ക് തന്ന ദൈവത്തിൻ്റെ സത്പ്രവൃത്തി പോലല്ല ഇവിടെ ഇരിക്കുന്ന അഖിലേക്ക് കൊടുത്തിരിക്കുന്നത്, അതുപോലല്ല ലയായ്ക്ക് കൊടുത്തിരിക്കുന്നത്, അതുപോലല്ല മിലേനായ്ക്കോ ബിബിനോ ഒന്നും കൊടുത്തിരിക്കുന്നത്. ബിബിന് കൊടുത്തിരിക്കുന്ന സത്പ്രവൃത്തി വളരെ വ്യത്യസ്തമായൊരു സത്പ്രവൃത്തി. എനിക്ക് തന്നിരിക്കുന്ന വേറൊരു സത്പ്രവൃത്തി. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. പഴയ നിയമത്തിൽ ഈ ജോസഫ് എത്ര വരെ ജീവിച്ചിരുന്നെന്നറിയാം? പഴയ നിയമത്തിലെ ജോസഫ് എത്ര വയസ്സ് വരെ ജീവിച്ചെന്നറിയാമോ? 110 വയസ്സ് വരെ ജീവിച്ചു. അദ്ദേഹം 30 വയസ്സ് വരെ അടിമത്തത്തിലും ജയിലിലുമായിരുന്നു. പക്ഷെ 30-ാം വയസ്സ് മുതൽ പിന്നീട് ഒരു 80 വയസ്സ് വരെ, വർഷം വരെ, 110 വയസ്സ് വരെ ഈ മനുഷ്യൻ രാജകൊട്ടാരത്തിലാണ് ജീവിച്ചത്. രാജകൊട്ടാരത്തിൽ. എന്നാൽ മോശ നേരെ തിരിഞ്ഞ. മോശ 40 വയസ്സ് വരെ രാജകൊട്ടാരത്തിൽ ജീവിച്ചു. പിന്നീട് ഒരു 80 വർഷം മോശ എവിടെ ജീവിച്ചതെന്നറിയാമോ? മരുഭൂമിയില്ല. ആ പാവം കാനാൻ നാട്ടിൽ പോലും കയറിയില്ല. ഇത് കണ്ടിട്ട് മോശ യോസഫിനെ നോക്കി, അങ്ങനെ ഒരു സത്പ്രവൃത്തി മതിയായിരുന്നു, ഇതെന്തോന്നും സത്പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, എൻ്റെ സത്പ്രവൃത്തി നിൻ്റെ സത്പ്രവൃത്തിയിൽ നിന്ന്, ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന, ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇറ്റ് ഈസ് യുണീക്ക്. നിൻ്റെ വിളി വളരെ വ്യത്യസ്തമാണ്. ഒരിക്കൽ പത്രോസിനൊരു അബദ്ധം പറ്റി. പത്രോസ് ഉദ്ധാനം ചെയ്ത കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമേ കർത്താവ് പറഞ്ഞു, സാരമില്ല പത്രോസേ, നീ എൻ്റെ ആടുകളെ മേയ്ക്കും, കുഞ്ഞാടുകളെ മേയ്ക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയി, നീ സ്വയം അരമുറുക്കി. എന്നാൽ പ്രായമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി നീ കൈ നീട്ടും, വേറൊരാൾ അരമുറുക്കും, നിൻ്റെ കാര്യം പോക്കാം. അപ്പോൾ പത്രോസിന് മനസ്സിലായി, രക്തസാക്ഷിത്വം, അടിയുറപ്പ്, തല്ല് കിട്ടും. അപ്പോൾ പത്രോസ് എല്ലാവരെയും നോക്കിയപ്പോൾ കൂട്ടത്തിൽ ഇളയ ചെറുക്കൻ യോഹന്നാൻ നിൽക്കുന്നുണ്ട്. യോഹന്നാൻ ഇങ്ങനെ പെരിയെ പമ്മി നിൽക്കുന്നുണ്ട്. അപ്പോൾ പത്രോസിന് ഒരു സങ്കടം, അയ്യോ പാവം. അപ്പോൾ ഇവൻ്റെ കാര്യമോ? പത്രോസ് കരുതിയത് പത്രോസിന് കിട്ടിയതുപോലെ രക്തസാക്ഷിത്വം യോഹന്നാന് കിട്ടുമെന്ന്. കർത്താവ് പറഞ്ഞു,
ഞാൻ വരുന്നത് വരെ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ നിനക്കെന്നാ, നിന്റെ പണി നോക്കാൻ പറഞ്ഞു. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യോഹന്നാനെ കുറിച്ചേ വേറൊരു വിളിയാണ്. യോഹന്നാൻ്റെ സത്പ്രവൃത്തി വേറൊന്നാ. പത്രോസിനെ കുറിച്ചുള്ള ദൈവദിനം വേറെ. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന 50 പേരുണ്ടെങ്കിൽ 40 പേരുണ്ടെങ്കിൽ 40 പേരുടെയും വിളി വളരെ വ്യത്യസ്തമായ വിളിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസ് ഇതുപോലെ തന്നെ. പത്രോസിന് അത്ര വലിയ ജ്ഞാനമൊന്നും കാലത്തില്ലായിരുന്നു നമുക്കറിയാം. എന്നാൽ പൗലോസ്ലീഹ വളരെ ജ്ഞാനിയായ ഒരാളാണ്. പൗലോസ്ലീഹയെ ദൈവം വിളിച്ചപ്പോൾ ആദിമസഭ വിചാരിച്ചു പൗലോസ്ലീഹ അപ്പോസ്തലനായി ഇനി നേരെ റോമിൽ അങ്ങോട്ട് ചെന്ന് വിവരമുള്ളവരുടെ അടുത്തൊക്കെ സുവിശേഷം പറയട്ടെ. പത്രോസൊക്കെ ഈ തീരപ്രദേശത്തുള്ളിടത്തൊക്കെ കാര്യം പറയാനാണ് എടുക്കാൻ, അവരുടെ അടുത്തൊക്കെ പറയട്ടെ. അത്ര അങ്ങനെയൊക്കെ മതിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അദ്ദേഹത്തെ അങ്ങോട്ട് വിടുന്നൊക്കെയാണ് ആദ്യമേ കരുതിയത്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് പൗലോസ്ലീഹയോട് പറഞ്ഞു, പൗലോസ്, നീ ഈ തീരപ്രദേശങ്ങളിലും പ്രേക്ഷിത യാത്ര നടത്തി വിജാതിയരുടെ ഇടയിലും അങ്ങനെ നടന്ന് ഗ്രീസിലും അവിടെ ഇവിടെയൊക്കെ പോയി നടന്നു പറഞ്ഞു. പത്രോസേ, നീ ജ്ഞാനികളുടെ ഇടയിലേക്ക് റോമാ സാമ്രാജ്യത്തിൽ പോയി പ്രസംഗിക്കുക. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കും ദൈവം വളരെ വ്യത്യസ്തമായ വിളിയാണ്, പ്രവൃത്തിയാണ് നൽകുന്നത്. ഇത് വിശ്വസിക്കണം. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു യുണീക്കായിട്ടുള്ള പദ്ധതിയുണ്ട്. അത് നിറവേറുന്നത് വരെ ആർക്കും നിന്നെ ഉപദ്രവിക്കാൻ പറ്റില്ല. ദൈവം ശക്തിയോടെ നിന്റെ കൂടെ നിൽക്കും.